ദീപക് ധർമ്മടമുണ്ട് തത്സമയ വിവരങ്ങളുമായി. ദീപക്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമോ എന്നൊരു ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. ആരൊക്കെയാകും എതിർ സ്ഥാനാർത്ഥികൾ എന്നതിൽ കരുത്തരെ നിർത്തുമോ ഇത്തവണ? കഴിഞ്ഞ തവണ കെ സുരേന്ദ്രനും ആനി രാജയും. ഇക്കുറി ആരായിരിക്കും, അത്ര കരുത്തരായിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ. അപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുജ, കേരള രാഷ്ട്രീയത്തിൽ വയനാട് യഥാർത്ഥത്തിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലമല്ല എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ വയനാട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി മത്സരരംഗത്ത് നിന്ന് മാറി അവിടെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ സ്വാഭാവികമായും അതിന് അതേ പ്രാധാന്യം തന്നെയുണ്ട്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം 6,47,445 വോട്ട് മേടിച്ച് ജയിച്ച ഒരു സ്ഥലം. എന്നാൽ അതേ സമയത്ത് ആനി രാജ CPIയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യവും അവിടെ മത്സരത്തിന് ഇറങ്ങാൻ പോകുന്ന CPI ആണ്. ഞാൻ അല്പം മുൻപ് ഈ ലൈവിന് കയറുന്നതിന് മുമ്പ് ആനി രാജയുമായി സംസാരിച്ചു. ഏതെങ്കിലും രീതിയിലുള്ള സ്ഥാനാർത്ഥി ചർച്ച CPI തുടങ്ങിയിട്ടില്ല എന്നും ആനി രാജയോട് വയനാട്ടിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പാർട്ടി തീരുമാനിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ പാർട്ടിയിലെ തന്നെ മുതിർന്ന ഒരു നേതാവുമായി സംസാരിച്ചപ്പോൾ വയനാട് അങ്ങനെ മത്സരിച്ച് ജയിക്കാനുള്ള മണ്ഡലമല്ലാത്തതുകൊണ്ട് തന്നെ ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് CPI ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ CPI ഏതെങ്കിലും രീതിയിൽ ഒരു ഇതിനു വേണ്ടിയിട്ട് ഇതുവരെയും ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള മുന്നൊരുക്കം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. മറ്റൊരു കാര്യം, ദേശീയ രാഷ്ട്രീയത്തിൽ വയനാടിന് പ്രാധാന്യമുള്ളതുകൊണ്ട് BJP ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മുഴം മുന്നേ എറിഞ്ഞേക്കാം. പക്ഷേ കെ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഇറക്കാനുള്ള സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നേരിട്ട് പ്രധാനമന്ത്രിയും അമിത്ഷയും ഒക്കെ ഇടപെട്ടുകൊണ്ടായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വയനാട്ടിൽ മത്സരത്തിന് ഇറക്കിയത്. BJP ശ്രദ്ധേയമായ വോട്ട് പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് പരിശോധിക്കുമ്പോൾ 6,47,000 രാഹുൽ ഗാന്ധി പിടിച്ചപ്പോൾ CPIയുടെ ആനി രാജ പിടിച്ചത് 2,83,000 കെ സുരേന്ദ്രന് കിട്ടിയത് 1,41,000 ശിഷ്ടം വോട്ടുമാണ്. അങ്ങനെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിൽ പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാനുള്ള സാധ്യതയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറി സാധ്യത ആ മണ്ഡലത്തിൽ പ്രവചനാതീതമാണ്. പ്രവചിക്കാൻ ഏതെങ്കിലും രീതിയിൽ പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ ഈ UDF എന്നുള്ള രാഷ്ട്രീയത്തെ കേരളത്തിലെ 2 ഉപതെരഞ്ഞെടുപ്പിലും എതിർക്കണമെങ്കിൽ സമാനമായ സ്വഭാവത്തിലുള്ള ഒരു മത്സരം വയനാട്ടിൽ കൂടി നടക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ BJP അത് LDFനെതിരായ വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ ആക്കും എന്നുള്ളത് തന്നെ ഒരു ശക്തമായ പോരാട്ടം വയനാട്ടിൽ ഒരുക്കേണ്ടത് LDFന്റെ കേരളത്തിലെ 2 മണ്ഡലത്തിലെ 2 നിയമസഭാ മണ്ഡലത്തിലെ ചേലക്കരയിലെയും അതുപോലെ തന്നെ പാലക്കാട്ടെയും മത്സരത്തിന് അനിവാര്യമാണ് എന്നുള്ളതാണ് പ്രധാന രാഷ്ട്രീയ സമസ്യ. ഇതിൽ ദീപക്, ഇപ്പോൾ നമുക്കറിയാം ഒട്ടേറെ വിഷയങ്ങളുണ്ട്, അതിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതിനെയൊക്കെ എങ്ങനെയായിരിക്കും സർക്കാർ അല്ലെങ്കിൽ LDF നേരിടാൻ പോകുന്നത് എന്നൊക്കെയുള്ള വലിയ ചോദ്യമായിരിക്കും. വയനാടിനെ സംബന്ധിച്ച് അത് വയനാട്ടിൽ മാത്രമല്ല, നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് പറയുമ്പോൾ അത് BJPക്കെതിരെയുള്ള വിമർശനമായി തീർച്ചയായും വരുമെന്നതിൽ തർക്കവുമില്ല. അതായത് ഈ പറയുന്ന ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് പിന്നീട് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വയനാടിൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് വലിയ വിവാദ വിഷയമായി മാറിയിട്ടുണ്ട്. അപ്പോൾ വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണ ആയുധമാക്കി തന്നെ ഇത് കോൺഗ്രസും LDFും ഉപയോഗിക്കാനുള്ള സാധ്യതയില്ലേ? അനുജ, ഒരു കാര്യം തീർച്ചയാണ്. വയനാട് ദുരന്തത്തിലെ കേന്ദ്രം പ്രധാനമന്ത്രി നേരിട്ട് വന്ന സംഭവ സ്ഥലങ്ങൾ, ദുരന്തത്തിന്റെ ആഘാതം നേരിട്ട് മനസ്സിലാക്കിയിട്ടും മാസങ്ങൾ പിന്നിടുമ്പോഴും ഒന്നും തരുന്നില്ല, വയനാടിനെ പരിഗണിച്ചില്ല കേന്ദ്രം എന്നുള്ളത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറും. അത് ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ ആളിക്കത്തുക. പക്ഷേ നമ്മൾ കണക്കുകൂട്ടുന്നത്, നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ, ഒരുപക്ഷെ പ്രഖ്യാപനം വൈകുന്നത് പോലും അതിനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു, എന്തെങ്കിലും കേന്ദ്ര പാക്കേജ് വയനാടിന് വേണ്ടി വന്നേക്കും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ലഭ്യമാകുന്ന സോഴ്സ് ഇൻഫർമേഷൻ അങ്ങനെ തന്നെയാണ്. കാരണം എന്തിനാണ് തെരഞ്ഞെടുപ്പ് വൈകിയത് എന്നുള്ളത് കൂടി, കാരണം സാധാരണഗതിയിലാണെങ്കിൽ നേരത്തെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടത്താമായിരുന്നു, ഹരിയാന തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താമായിരുന്നു, അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ വൈകിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ്. മാത്രവുമല്ല BJP കേന്ദ്രങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ് വൈകും എന്ന് ആദ്യം തന്നെ പറയുകയും ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വയനാട് പാക്കേജ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഏതായാലും വൈകി എന്നുള്ളതും രണ്ടാമത് പാക്കേജ് പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് കുറഞ്ഞു എന്നുള്ളതുമായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ BJP കളം പിടിക്കാൻ നോക്കുമ്പോൾ അവിടെ കൃത്യമായി വയനാട് പയറ്റാൻ LDFും UDFും ഒരുപോലെ ശ്രമിക്കുമെന്നുള്ള തീർച്ചയാണ്. കാരണം അത് UDFിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് BJPക്കെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ വടി, ആ വടി വയനാടിനെ അവഗണിച്ചു എന്നുള്ള
എന്നുള്ളതാണ്. ദുരന്തമുഖത്ത് ആ രീതിയിൽ വിവേചനം കാണിച്ചു കേരളത്തോട് എന്നുള്ളതാണ്. അത് തീർച്ചയായും പയറ്റും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും പ്രഖ്യാപനം വന്നു കഴിഞ്ഞാലും, ഇതുവരെ വയനാടിന് വേണ്ടിയുള്ള കേന്ദ്ര സഹായ പ്രഖ്യാപനം വന്നില്ല, പക്ഷേ വന്നു കഴിഞ്ഞാലും അതൊരു രാഷ്ട്രീയ പ്രചരണ ആയുധമാകുമെന്ന് തീർച്ചയാണ്. ഏതായാലും മറ്റു രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ, ഒരു പാർലമെന്റ് മണ്ഡലത്തിലും 2 നിയമസഭാ മണ്ഡലത്തിലും പ്രധാന ചർച്ചയായിരിക്കും. അതായിരിക്കും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ട. ഈ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ അജണ്ട എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അത് വിവാദങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതെ, അതിലിപ്പോൾ ദീപക് നേരത്തെ സംസാരിച്ചിരുന്നു ആനി രാജയുമായും പിന്നീട് CPIയിലെ മുതിർന്ന നേതാവുമായും എന്ന് പറഞ്ഞല്ലോ. ഏത് നേതാവിലേക്ക് ഇവർ കടക്കുന്നു എന്നതിന് എന്തെങ്കിലും പ്രാഥമിക സൂചന ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുമോ? കാരണം ആനി രാജയുടെ സാധ്യത, ഒരുപക്ഷെ ആനി രാജയിലേക്ക് തന്നെ വീണ്ടും ചെല്ലാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളത്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി അന്ന് ഈ മണ്ഡലം വിടുന്നു എന്ന് പറയുമ്പോൾ അതിനൊക്കെതിരെ രൂക്ഷമായ വിമർശനം ആനി രാജ ഉന്നയിച്ചത് നമുക്കറിയാം. അപ്പോൾ അവർ ഒരു ഘട്ടത്തിലേക്ക് കൂടി ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. മറ്റൊന്ന്, BJPയെ സംബന്ധിച്ച് കെ സുരേന്ദ്രന്റെ പേര് പാലക്കാട്ട് ഉയർന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹം വയനാട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ആ ക്യാമ്പിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് ദീപക്? അനുജ, ആനി രാജ ഏതെങ്കിലും രീതിയിൽ വയനാട്ടിലേക്ക് വീണ്ടും സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നതിന്റെ ഒരു സൂചനയും അവരുമായി സംസാരിച്ച സമയത്ത് മനസ്സിലായില്ല. മാത്രവുമല്ല, അവർക്ക് ഏതെങ്കിലും രീതിയിൽ നിർദ്ദേശിക്കാൻ, ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ കൊച്ചിയിൽ ഒരു യോഗത്തിലാണ്, അവർ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നാലും അവർ കാര്യങ്ങൾ സംസാരിച്ചു. ഏതെങ്കിലും രീതിയിൽ വയനാട് കേന്ദ്രീകരിക്കാനുള്ള ഒരു നിർദ്ദേശം അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം ഞാൻ CPIയുടെ ഒരു മുതിർന്ന നേതാവുമായി സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് വയനാടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്കോ ചർച്ചയിലേക്കോ പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ അവിടെ മത്സരം കടുപ്പിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം UDF രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരം വയനാട്ടിലാണ്. അത് രാഹുൽ ഗാന്ധി ആയാലും ദേശീയ തലത്തിൽ BJPക്കെതിരെ കൃത്യമായി ഇടപെടാത്തതും, കേരളത്തിലാണെങ്കിൽ ഇടതുമുന്നണി ആക്രമിക്കുക മാത്രമാണ് കേരളത്തിലെ UDFന്റെ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്നത് തുറന്നു കാണിക്കാൻ അത് സഹായകമാകുമെന്നുള്ളതാണ്. ആ നിലയിൽ CPI ആ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ആലോചന ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മണ്ഡലത്തിന്റെ ചുമതലക്കാർ TV ബാലനും അതുപോലെ തന്നെ P സന്തോഷ് കുമാർ MP ഒക്കെയാണ്. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് അവർ കടന്നിട്ടില്ല എന്നുള്ളതാണ് CPIയുടെ മുതിർന്ന നേതാവ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം BJP ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാൻ പോകുന്നത് പാലക്കാടിനാണ്. അനുജ പറഞ്ഞതുപോലെ പാലക്കാട് മണ്ഡലം തിരിച്ചുപിടിക്കുക, മണ്ഡലത്തിലൂടെ നിയമസഭയിലേക്ക് നഷ്ടപ്പെട്ട അക്കൗണ്ട് തുറക്കുക. അതായത് രാജഗോപാലിലൂടെ തുറന്ന നിയമസഭയിലെ അക്കൗണ്ട് രണ്ടാമത് പൂട്ടുന്നു. ആ പൂട്ടിയ അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ തലത്തിലെ അവരോട് ലക്ഷ്യമാണ്, അവരുടെ അജണ്ടയാണ്. ദേശീയ നേതാക്കളെല്ലാം പാലക്കാട്ടേക്ക് കൂട്ടമായി എത്തുമെന്നുറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ നേരത്തെ വയനാട്ടിൽ നടത്തിയ അതേ സർജിക്കൽ സ്ട്രൈക്കിൽ ദേശീയ നേതൃത്വം ചിലപ്പോൾ കെ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയായി ഇറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ കൃഷ്ണകുമാറിന്റെ പേര്, ആ സ്ഥലത്ത് തന്നെയുള്ള BJPയുടെ സംസ്ഥാന നേതാവ് കൃഷ്ണകുമാറിന്റെ പേരും പരിഗണനയിലുണ്ട്.